താങ്ക് യു. അപ്പോൾ കമ്പനിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ കമ്പനിയിൽ എന്തൊക്കെ പ്രൊഡക്ഷന് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്ന് അറിയണം. ഇതിൽ കഴിഞ്ഞ ഫ്യൂച്ചർ പ്രസൻറ്റേഷനിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തന്നിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഒരു മെഡിക്കൽ സ്റ്റോർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. സാധാരണ 2-3 ഷട്ടർ ഉണ്ടെങ്കിൽ അതിൽ ഗ്ലാസ് എന്തായാലും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യും. ആ ഗ്ലാസ് പാർട്ടീഷനിൽ റാക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നത് പ്രൊഡക്റ്റ് മാത്രമാണ്. റാക്ക് അതിന് അത്ര വിസിബിലിറ്റി ഇല്ല. നമുക്ക് മെയിനായിട്ടുള്ളത് പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ഇതൊരു 1.5 ഇഞ്ച് 1.5 ഇഞ്ച് സ്ക്വയർ പൈപ്പ്, സ്ലോട്ടഡ് പൈപ്പ്. ഇത് ഫ്ലോർ ആൻഡ് സീലിങ്ങിലാണ് ഫിറ്റിംഗ് ചെയ്യുന്നത്. സ്ക്രൂ ഫിറ്റിംഗ് ചെയ്യും. 3 ഫീറ്റ് മാക്സിമം 3.5 ഫീറ്റ്. അതിനുശേഷം അടുത്തൊരു പോൾ ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ ബ്രാക്കറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഗ്ലാസ് ഷെൽഫ് സെറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ആ ഷട്ടർ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നത്. അടുത്തത് വാൾ റാക്ക് വിത്ത് ബാക്ക് ഷീറ്റ് ആൻഡ് സൈഡ് സ്റ്റോപ്പർ. ഇത് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ റാക്ക്. ബാക്ക് ഷീറ്റ് ചുമര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ ഇതിൻ്റെ ഷെൽഫിൻ്റെ ഡീപ്പ് ചെറുതായിട്ടുണ്ടാകും. അതായത് 1 ഫീറ്റ് മാക്സിമം കൊടുക്കാം. സൂപ്പർ മാർക്കറ്റിലെല്ലാം 18 ഇഞ്ച് 15 ഇഞ്ച് എല്ലാം കൊടുക്കും. അതേപോലെ സൈഡ് സ്റ്റോപ്പർ ഉണ്ടാവും പ്രൊഡക്റ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് മെഡിക്കൽ സ്റ്റോറിലാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ സേഫ്റ്റി വേണം. അടുത്തത് ഡബിൾ സൈഡ് റാക്ക്. ഇതും സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് റാക്ക് തന്നെ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഡീപ്പ് ടോട്ടൽ വിഡ്ത്ത് 2 ഫീറ്റാണ്. 1 ഫീറ്റ് പ്ലസ് 1 ഫീറ്റ്. ഇതിനെ കൂടുതൽ ഇതിൽ മെഡിക്കൽ സ്റ്റോറിൽ വെക്കാറില്ല. ഇതിൻ്റെ ഹൈറ്റ് 5 ഫീറ്റ് 6 ഫീറ്റ് 7 ഫീറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് എൻഡ് ക്യാപ്പ് വിത്ത് സൈഡ് സ്റ്റോപ്പർ. ഇത് സെൻട്രൽ റാക്കിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയാം. സെൻട്രൽ റാക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു റാക്കാണിത്. സൈഡിൽ 2 സ്റ്റോപ്പറും കൊടുക്കും പ്രൊഡക്റ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലാസ് സൈഡ് വിതൗട്ട് ബാക്ക് ഷീറ്റ് റാക്ക്. ഇത് സെയിം ഗ്ലാസ് ഷെൽഫ് പോലെ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ ഷെൽഫിൽ ഈ ടൈപ്പ് ഞങ്ങൾ റാക്ക് ചെയ്യും. അതായത് ഗ്ലാസ് പാർട്ടീഷനിലെടുത്ത് പുറത്തുനിന്ന് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് റാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമൈസ്ഡ് മെറ്റൽ കൗണ്ടർ. ഈ കൗണ്ടർ കസ്റ്റമർ തരുന്ന സൈസും അതേപോലെ കസ്റ്റമർ തരുന്ന ഡിസൈനും അനുസരിച്ച് ഞങ്ങൾ മെറ്റൽ ചെയ്ത് കൊടുക്കും. ഇത് മെറ്റൽ കസ്റ്റമൈസർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ 10-15 കൊല്ലമായി. കുറേ കമ്പനിയുമായിട്ട് എനിക്ക് ടൈപ്പ് ഉണ്ട്. അതായത് ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, കൊച്ചി എല്ലാ കമ്പനിയിലും ഈ കസ്റ്റമൈസ് കൗണ്ടേഴ്സ് ആരും ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജീറാക്സിൻ്റെ ഡിക്ഷണറിയിൽ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റില്ല, ഇല്ല എന്നൊരു പദം തന്നെ ഇല്ല. കാരണം എന്ത് ഡിസൈൻ തന്നാലും ഞങ്ങളത് ചെയ്തു കൊടുക്കും. അത് ഞങ്ങളൊരു ജീറാക്സിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ മോഡൽസാണിത്. പല കസ്റ്റമർ തരുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ടൈപ്പിലാണ് ഞങ്ങൾ കൗണ്ടേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് അതറിയണ്ടേ? ഞാൻ പറഞ്ഞത് മാത്രമല്ല, ബെനിഫിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. സാധാരണ ഫർണിച്ചർ ചെയ്യുമ്പോൾ എല്ലാവരും പ്ലൈവുഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് തലയിൽ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ പ്ലൈവുഡിൽ ഫർണിച്ചർ ചെയ്തിട്ട് കുറേ സമയം വേസ്റ്റ്, പൈസ വേസ്റ്റ്. അവസാനം കമർഷ്യൽ പ്ലൈവുഡ് സാധാരണ എല്ലാവരും ചെയ്യാറ്. കമർഷ്യൽ പ്ലൈവുഡ് ചെയ്തിട്ടാകുമ്പോൾ എന്തായാലും ഒരു 2 ഇയേഴ്സ് 5 ഇയേഴ്സ് മാക്സിമം പിന്നെ അത് ഡാമേജ് വരാൻ സ്റ്റാർട്ടാവും. ഇവിടെയാണ് മെറ്റൽ റാക്കിൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ് ഇതിലുണ്ട്. ഇനി ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഒരു ഹെൽപ്പ് വേണം. അതായത് ബിൽഡേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഷോപ്പ് ഓണേഴ്സ്, വെൽഡിംഗ് ഓണേഴ്സ്, മിംസ് ഹോസ്പിറ്റൽ പർച്ചേസ് മാനേജർ, അതേപോലെ വിൻറ്റേജ് ഹോസ്പിറ്റൽ പർച്ചേസ് മാനേജർ, ഫാർമസി സ്റ്റോർ ഓണേഴ്സ്, ഇത്ര ആൾമാരെ എന്നെ കണക്ട് ചെയ്ത് തരണം. പിന്നെ ഉള്ളത് ടൈൽ സ്റ്റോറും
പെയിൻറ്റ് ഹാർഡ്വെയർ ഷോപ്പ് ഓണേഴ്സ്, ലൈറ്റിംഗ് ഷോപ്പ് ഓണേഴ്സ്, ACP ഡീലേഴ്സ്, ഇവരൊക്കെ ഒരു ബിൽഡിങ്ങിൽ ആദ്യം പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുമായിട്ട് എന്നെ കണക്ട് ചെയ്യാം. അതേപോലെ ഞാൻ കാസർഗോഡിൽ ആദ്യം എൻട്രി ചെയ്യുമ്പോൾ എനിക്ക് മെയിനായിട്ട് എൻട്രി തന്നത് റസാഖ് ഭായാണ്. ക്യാരി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് എനിക്ക് കാസർഗോഡിൽ എൻട്രി കിട്ടിയത് എനിക്ക് റസാഖ് ഭായ് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരുടെ കണക്ഷനെല്ലാം കിട്ടാനുള്ള ഒരു മേഖലയാണിത്. സോ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് വർക്ക് ഉണ്ടെങ്കിൽ ദയവായി തന്നെ കണക്ട് ചെയ്യാം. താങ്ക് യു.